നമസ്കാരം. എൻ്റെ പേര് കുഞ്ഞപ്പൻ. പാപ്പയിൽ പാർവതിയിൽ താമസം. നിങ്ങൾക്ക് വ്യത്യസ്തമായി ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തിയത്. ഈ ചാനലൊക്കെ ഇല്ല ആളല്ലേ? എവിടെ ഇവിടെ തന്നെ ഇവിടെ ഇവിടാണോ? സുബീർ, എന്താണ് ഒരു പ്രത്യേകത? നമ്മുടെ പ്രാപ്പൂരിൽ മുമ്പുണ്ടായ കുഞ്ഞപ്പേട്ടനല്ലേ, കുഞ്ഞപ്പേട്ടൻ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നമ്പർ പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഏത് കാർഡിന്റെ നമ്പർ, ആധാർ നമ്പർ എല്ലാം മനപ്പാടാണ്. വളരെ വ്യത്യസ്തമാണ്. നമ്പർ പോലും പറയാൻ പറ്റാത്തവരാ നമ്മൾ. തീർച്ചയായും നമ്മളിപ്പോ കൂടി ഒന്നോ രണ്ടോ നമ്പറാണ് കൂടി നമുക്ക് മനസ്സിൽ ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ, അങ്ങനെ മൊബൈൽ നമ്പർ ഒരു 100 നമ്പർ ഏകദേശം മെമ്മറിയിൽ ഫീഡ് ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാം. അപ്പൊ ഇന്ന് നമ്മളെ പ്രിയങ്കരനായ കുഞ്ഞപ്പേട്ടനെയാണ് A1 ചാനലിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടാവല്ലേ? ഇപ്പം കാലായിട്ട് ഇവിടെ ഉണ്ടാവല്ലേ? കുഞ്ഞപ്പേട്ടോ, കുഞ്ഞപ്പേട്ടാ, കുഞ്ഞപ്പേട്ട എന്ത് സുഖന്നാ? നമസ്കാരം. ഞാനും ഇതുവഴി പോകുമ്പോ ഞാൻ കുഞ്ഞപ്പേട്ടനിടയ്ക്ക് നമ്മൾ സംസാരിച്ചൊരു കാര്യം പറഞ്ഞതല്ലേ, അതൊന്ന് ഞാൻ അനൂപിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി. അനൂപിച്ച് ചെറുപുഴ ചാനലുണ്ട്, A1 ചാനൽ എന്ന് പറയുന്ന ചാനൽ ചെറുപുഴ ഇപ്പം അടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അന്നേരം നമുക്കൊരു ചെറിയ വ്യത്യസ്തമായ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മള് എന്തായാലും തീർച്ചയായും നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. നിങ്ങളെ പോലെ ഉള്ളവര് ചെറിയൊരു ഇന്റർവ്യൂ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നല്ല ശരി. നമസ്കാരം. A1 ന്യൂസിന്റെ ഇന്നത്തെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രാപ്പോയിലെ പാറോത്തിൻ്റെ താമസക്കാരനായ പേലം പ്രിയങ്കരനും ബഹുമാന്യനുമായ കുഞ്ഞപ്പേട്ടനെയാണ്. അപ്പം ഞാനും സുബൈറും കൂടി ഇപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് കുഞ്ഞപ്പേട്ട നമസ്കാരം. കുഞ്ഞപ്പേട്ടാ, എന്നിട്ട് നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുക. എന്ന് വെച്ചാൽ കുഞ്ഞപ്പേട്ടൻ നമുക്കിപ്പോൾ ഒരു 1-2 നമ്പർ അല്ലേ, തീർച്ചയായും നമുക്ക് ഒരു 1-2 നമ്പർ നമ്മൾ മെമ്മറി ചെയ്ത് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുഞ്ഞപ്പേട്ടൻ ആധാർ നമ്പർ, പിന്നെ ബാങ്ക് പാസ്ബുക്ക് നമ്പർ, റേഷൻ കാർഡ് നമ്പർ, വീട്ടിലത്തെ എല്ലാവരും ഫോൺ നമ്പർ മാത്രമല്ല, നാട്ടിലത്തെ 100-100ഓളം ആളെ നമ്പർ ഏകദേശം കുഞ്ഞപ്പേട്ടൻ 150ഓളം ആളെ നമ്പർ കുഞ്ഞപ്പേട്ടൻ ഫോണിൽ സേവ് ചെയ്യാറില്ല. ഫോണിൽ നമ്പർ സേവ് ചെയ്യില്ല. എല്ലാ നമ്പറും ഓർമ്മയിലുണ്ടാവും. ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ അനൂപിന്റെ നമ്പർ പറയുന്നത് കുഞ്ഞപ്പേട്ടൻ ആ നമ്പർ എപ്പോഴും വെച്ച് പറയാൻ പറ്റും. എപ്പോഴും പറയാം. ഞാൻ പറയുന്നത് 95 444 86 777 അതിനിടയിൽ ചോദിച്ചാൽ പറയാൻ പറ്റും. അതേപോലെ നമ്മള് സുരേഷ് ചേട്ടന് വന്നൊരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. 95 44 746 95 44 അല്ല 95 444 94 95 444 86 86 777 37. അത് എളുപ്പ നമ്പർ അതിപ്പോ ഓർമ്മിച്ചു. പറഞ്ഞ 95 444 86 777. അപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് ഒന്ന് വെറുതെ ചോദിക്കും. ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് ഒന്ന് ചോദിക്കാം. അതുപോലെ ഈ നമ്പറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അതുപോലെ മറ്റെല്ലാം ചോദിക്കും. കുഞ്ഞപ്പാട്ടിന് വേറെ ചില ഇത് കഴിവുണ്ട്. നമ്മളെ പഴയ കാലത്തെ മന്ത്രിസഭ തൊട്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ പെരിങ്ങോ പഞ്ചായത്തില് ആദ്യകാല എല്ലാം ഭൂരിപക്ഷം അടക്കം ഓർമ്മിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഇപ്പം എനിക്കൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി മത്സരിച്ച് അന്ന് പരാജയപ്പെടുന്നതാണ്. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് നമ്മളെ ഇയാളോടാണ്, രാജനാരായണനോട്. ഇന്ദിരാഗാന്ധിയോട് പരാജയപ്പെടുന്നത് 54,504 വോട്ടിനാണ്. 1970
1967 67 അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് മുമ്പായിട്ടുണ്ട്. മത്സരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തോക്കുന്നു. ഈ റായ്ബറേലിൽ തോക്കുന്ന 1977 ഓപ്പണിലല്ല, അതെയാ. പിന്നെ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് രാജനാരായണനോട് ഇന്ദിരാഗാന്ധി തോക്കുന്നത്. ആ ഇന്ദിരാഗാന്ധി പിന്നെ 54,504 വോട്ടിനാണ് തോക്കുന്നത്. പിന്നീട് ഇന്ദിരാഗാന്ധിയാണ് മത്സരിക്കുന്ന നേരെ ചിക്കമംഗ്ലൂരിൽ വന്നിട്ടാണ്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ചിക്കമംഗ്ലൂരിൽ മത്സരിക്കുന്ന വീരേന്ദ്ര പട്ടേലോടാണ്. അന്നത്തെ വിജയം 2,80,000 വോട്ടിനാണ് ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അസംഗഡ് ലോകസഭാ നിയോജക മണ്ഡലവും. അസംഗഡ് ലോകസഭാ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യയിൽ ആദ്യം ഒരു മുസ്ലിം സ്ത്രീ MP ആവുന്നത്. കാരണം അവിടെ ജനതാ പാർട്ടിയിലെ കഴിഞ്ഞ 71 ജനതാ പാർട്ടിയിലെ മന്ത്രിസഭ ഉണ്ടായ കാലഘട്ടത്തിൽ പിന്നെ അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു. അവിടെയാണ് മൊഹ്സിന സിദ്വായി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മൊഹ്സിന സിദ്വായിനെ നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലായിട്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തോടെ പറഞ്ഞുതരാം. കേരളത്തിന്റെ സ്പീക്കറായിരുന്നു. കേരള സർക്കാരിൽ നമ്മൾ കേരള ഗവൺമെന്റിന്റെ സ്പീക്കറാണ് മൊഹ്സിന സിദ്വായി. 1,83,000 തോട്ടെടുക്കാം. പിറ്റത്തെ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന 2,83,000 വോട്ടിനാണ്. ഇതൊക്കെ നമ്മള് ഇവിടെ കുഞ്ഞുപാട്ടിനത് നമ്മൾ തേടിയെത്തിയത്. ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഭൂരിപക്ഷം 3,61,000 വോട്ടിന് രാഹുൽ ഗാന്ധി ജയിച്ചു. 1,07,000 വോട്ടിന് കണ്ണൂർ KS സുധാകരൻ ജയിച്ചു. പിന്നെ 1,00,000 വോട്ടിന് നമ്മളെ ഉണ്ണിത്താൻ ജയിച്ചു. പിന്നെ തൊട്ട വടകരയിൽ 1-8 അല്ല ഷാഫി പറമ്പിൽ നമ്മിപ്പോ TV-യിൽ വർത്താനം. ഞാൻ എല്ലാ ദിവസവും 3 പത്രം വായിക്കും. കൗമുദി ആദ്യം വായിക്കും, മാതൃഭൂമി, മനോരമ. ബാക്കിയുള്ള പത്രം വായിക്കൂലെന്നില്ല. ഇത് കറക്റ്റായിട്ട് എപ്പോഴും വായിക്കുന്നത്. അത് എണീറ്റ് നടക്കാൻ കഴിയുന്ന കൃത്യമായിട്ട് ആ സമയത്ത് ഞാൻ പോയിട്ട് രാവിലെ ഏതൊക്കെ നമ്പറുകൾ നിങ്ങളെ ഫോൺ നമ്പർ പിന്നെ ആധാർ കാർഡ് നമ്പർ എന്റെ ഫോൺ നമ്പർ 9747 212 967. എന്റെ റേഷൻ കാർഡ് നമ്പർ 238 309 12 48. ആധാർ നമ്പർ 84 60 50 88 19 68. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഗ്രാമീൺ ബാങ്കിൻ്റെ ആണ് 405 991 010 239 74. അങ്ങനെ ഇപ്പൊ ഈടുന്ന് ഒരാളെ ഫോൺ നമ്പറിൽ ഇപ്പം പപ്പനെ ഇന്ന് വരെ വിളിക്കാതാണ് RKP. ആ നമ്പർ നമുക്കറിയാം. RKP നമ്പർ 94 95 37 60 28. അതിനപ്പുറത്ത് ദ്വാരകയുണ്ട്. ദ്വാരക അയാളൊന്നും ഞാൻ ഈ പറയുന്ന ഒരിക്കൽ വേറെ ആരോടും പറയുന്നത് കേട്ടിട്ടില്ല നമ്പറാണ്. 70 12 111 736 അയാളുടെ നമ്പർ. ഓന്റെ 75 10 പിന്നെ 67 30 52. അത് ഒരു ആ ദിവസം ഇപ്പം ബൈക്ക് പോകുമ്പോ നിന്റെ ഞാൻ ചോദിച്ചു അല്ലേ, ലാസ്റ്റ് 30 ഞാൻ അങ്ങോട്ട് പറഞ്ഞു. മുമ്പ് ആകാശവാണിന്ന് വന്നിട്ട് അവരൊരു ഇന്റർവ്യൂ അവരെ പരിപാടി സംസാരിച്ചു. പിന്നെ ആകാശവാണിയില് ഈ ചെറുപുഴ റേഷൻ കാർഡും ആക്കാൻ വേണ്ടി ഞാൻ പുതിയ കാർഡ് ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ റേഷൻ കാർഡ് കൊണ്ടുപോകില്ല. റേഷൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ വരെ ഞാൻ കൊണ്ടുപോകില്ല. കാരണം ഇത് നമ്പർ അറിയുന്നത് അത് റേഷൻ കാർഡ് ഈ അവർക്കറിയാം. കുഞ്ഞപ്പാട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആധാറിന്റെ അവർക്ക് ഇവർക്ക് നമ്മളെ അക്ഷയിൽ ഈ ആകാശവാണിയിലെ ഒരു ജോലിക്കാരുണ്ട്. അക്ഷയിൽ നിൽക്കുന്ന പെണ്ണിന്റെ അവർ വന്നു. അവരാണ് എൻ്റെ വിവരാടെ പറഞ്ഞത്. ആടെ ആകാശവാണി റേഡിയോ മാംഗോ ആര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ സംസാരത്തിലുള്ള കുട്ടി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അവൾ തന്നെ ഒരു ദിവസം ഇതേപോലെ ഇവിടെ ഇരിക്കുമ്പോൾ വിളിച്ചു. ഇത് കുഞ്ഞപ്പാട്ടനല്ലേ അത്. അങ്ങനെ ഉണ്ടായിട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അവിടെ നിന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് റേഡിയോയിൽ 8:30 മണി മുതൽ 9 മണി വരെ ഉണ്ടായി ആ പരിപാടി. പിന്നീട് അവർ വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ താഴത്തെ ആട്ടിയിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മളെ നാളുകൾ അറിയേണ്ട ഒരു സംഭവമാണ്. 150 നമ്പർ ഫീഡ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിൽ 1-2 നമ്പർ അല്ല. അതിന്റെ ഉദാഹരണം എന്ന് വെച്ചാൽ തൊഴിലുറപ്പിൽ ഇവിടെ പണിയെടുക്കുന്നത്. ഈ തൊഴിലുറപ്പ് പണിയെടുക്കുന്ന 10-20 ആൾ നമ്മൾ ഒന്നിച്ചിട്ട് കൊള്ളുന്നു. ആ 20 ആളിൽ 18 ആളെയും നമ്പർ എനിക്കറിയാം. ഞാൻ പകുതി ആളെയും വിളിച്ചിട്ടോ മേറ്റിനിവരെല്ലാം നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുടെ നമ്പർ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിക്കാം. ഇപ്പൊ നിന്റെ അല്ല ഉദയന്റെ
ഉദയന്റെ അമ്മയുടെ നമ്പർ 8086 41 ഉദയന്റെ അമ്മയുടെ. ഇന്ന് വരെ ആ ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടില്ല. തൊഴിലുറപ്പിന് പറയുന്ന സമയത്ത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുന്ന നമ്പറാണ്. അത് കേട്ടിട്ടില്ല. എന്റെ നമ്പർ ഇപ്പൊ നേരത്തെ അനൂപിന്റെ നമ്പർ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ആ ഉണ്ട് 95 444 86 777. അത്ഭുതം മാത്രമേ പറയാമല്ലോ, വേറെ വർത്താനൊന്നും വേറെ വാക്കുകളില്ല. അതിപ്പോ ഒന്നറിയാ ഇത് കിട്ടൂല മിക്കവാറും ആക്കുന്നില്ല. ഇപ്പൊ ഞാൻ അതൊക്കെ അറിയുന്നോണ്ടല്ലേ ഇപ്പോഴും നമ്മൾ നിന്റെ നമ്പർ എന്നോട് പറഞ്ഞു. അതിനുശേഷമാണല്ലോ നമ്മൾ ഇത്തിരി സംസാരിക്കുന്നത്. അന്നേരം അതങ്ങ് പോകും. ഇപ്പൊ നമ്മളിപ്പം സ്കൂളിൽ അല്ല, ഈ ദ്വാരക അയാൾ മിലിറ്ററിക്കാരനല്ല. ദ്വാരക അയാള് പിന്നെ എന്നോട് ചോദിച്ചു, നമ്മൾ 1ാം ക്ലാസ് 7ാം ക്ലാസ് പഠിച്ചല്ലേ എന്ന് പറഞ്ഞു. പദ്യങ്ങൾ ഒരു 3ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതൽ പദ്യങ്ങളുണ്ടല്ലോ. കറക്റ്റ് അയാൾ ചോദിക്കുന്നത് എല്ലാ പദ്യങ്ങളും എനിക്കറിയാം. ഈ 2 പേര് വേണമെങ്കിലും ഹിന്ദിയിൽ പോണോ മലയാളത്തിൽ പോണോ ഇംഗ്ലീഷ്. നമ്മൾ 4ാം ക്ലാസ് ആദ്യമായിട്ട് പിന്നെ 5ാം ക്ലാസ് ആദ്യമായിട്ട് പിന്നെ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ തങ്കമ്മ ടീച്ചറാണ്. നമ്മളെ വിട്ടുപോയി. ഇപ്പം പിന്നെ അത് ഈ കുട്ടികൾക്കില്ലേ ഒരു ഇതാണ്. അപ്പം വിൽക്കുന്ന അപ്പക്കാരനെ കാണുമ്പോൾ ഇന്ദർ ആയ താജി ഗരം ജലേബി ജായ ബർഫി ലഡു ബാലുഷാഹി ഇൻസബ്ഹെ ദാൽ സജായ ഇന്ദറുകായ ആപ്പക്കെ ആബാജിലിഗായി ഗരം ജലേബി ലല്ലു ബായി ലല്ലു പേട ബാലുഷാഹി ലല്ലു പൈസ ലേഖറുകായ ഇന്ദറുകായ എന്നാൽ അപ്പക്കാരാ നമുക്ക് അപ്പം ഈ വിൽക്കുന്ന കച്ചവടക്കാരനോട് പറയുന്നതായ ഒരു പദ്യമാണത്. 4ാം ക്ലാസ്സിലെ പദ്യം. ഇപ്പം കുഞ്ഞപ്പണ്ണി ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 69 വയസ്സായി. 69 വയസ്സിലും കുഞ്ഞപ്പടം ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെ മനസ്സിൽ ഒരു പദ്യം അങ്ങനെ ഓർമ്മയില്ല. ഇപ്പൊ ഒരു ഹിന്ദി പദ്യമാണ് കുഞ്ഞപ്പടം. അത് മലയാള പദ്യത്തിൽ 4ാം ക്ലാസ്സിൽ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറമ്മേ തെറ്റി നിനക്കുണ്ണി ചൊൽക്കാം നൽപൂമ്പാറ്റ കേളല്ലിതെല്ലാം മേൽക്കുമേലിങ്ങി വാ പൊങ്ങി ഇണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മ വയ്യ എനിക്കു പറക്കാൻ ഇമ്മട്ടിലായതെന്തെന്നാൽ ഇങ്ങനെ ആ പടം. പിന്നെ കുഞ്ഞപ്പാട്ടിന്റെ ബാക്കി വിശേഷം വീട്ടിലെല്ലാരും നമുക്കറിയാം. വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ കാർത്തിയായിനി, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തത് മായമോൾ, 2ാമത് മിനിമോളെ ഭർത്താവ് മായമോളെ ഭർത്താവ് സുഭാഷിൻ്റെ ഫോൺ നമ്പർ 94 95 153 207. മിനിമോളെ ഭർത്താവ് ഗിരീഷ് 85 47 58 59 47. അങ്ങനെ ഇപ്പം കച്ചവടക്കാരൻ ഉണ്ട്. ഈ ബോബി നമ്മളായാലും ഒക്കെ ബോബി പ്രാപ്പൂല് കച്ചവടം ഓട്ടോ മറ്റൊന്നും വിളിക്കണം കൊണ്ട് പറഞ്ഞു. അങ്ങനെ വിളിച്ചേക്കൂല്ലേ. 94 46 48 27 48 ഒരു നമ്പർ. പിന്നെ അതുപോലെ ഞാൻ ഈ തൊഴിലുറപ്പിന് പോകുന്നു. തൊഴിലുറപ്പിന്റെ പണി സർക്കാരിന്റെ പെൻഷൻ കിട്ടും. മോദിയുടെ 2000 കിട്ടും. ഈ തൊഴിലുറപ്പിന് ഞങ്ങൾക്ക് 2ആൾക്കും കൂടിയിട്ട് 100 പണി കിട്ടും. അതിന് ഇപ്പം 346 രൂപ. ഇപ്പം 346 രൂപ തൊഴിൽ 100 പണിക്ക് 36,400 രൂപ കിട്ടും. മൂത്ത മകള് മണക്കടവ്, 2ാമത്തെ മകൾ ദയറോ. എന്റെ ഇടയിൽ ഒരു ചോദ്യം. നമ്മൾ ഏകദേശം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, ആദ്യത്തെ ഒരു ഭൂരിപക്ഷം അങ്ങനെ ആദ്യ മന്ത്രിസഭയിൽ ആരെല്ലാം ഉണ്ടായിന്? അങ്ങനെ ഒന്ന് പറയാൻ പറ്റും? കേരളത്തിൽ 1957 EMS ആണ് ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം മത്സരിച്ചത് നീലേശ്വരം ദ്വയാംഗ നിയോജകമണ്ഡലത്തിലാണ്. 3862 വോട്ടിന് അദ്ദേഹം ജയിക്കുകയാണ്. ആ മന്ത്രിസഭയിൽ അന്ന് നമ്മൾ ധനകാര്യമന്ത്രിയായ C അച്യുതമേനോൻ, ഇപ്പം കർഷക തൊഴിലാളിയുടെ നേതാവായ TK കൃഷ്ണൻ ജലരക്ഷ വകുപ്പ് മന്ത്രി, പിന്നെ നമ്മുടെ പ്രൊഫസർ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി, അങ്ങനെയുള്ള മന്ത്രിമാരുടെ കാലഘട്ടം. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഇമ്പിച്ചി ബാവ, ഇങ്ങനെയുള്ള മന്ത്രിമാർ 57. 67 കാലഘട്ടത്തിൽ അത് 2ാമത്തെ മന്ത്രിസഭ വരുന്നു. അന്നേരം പട്ടാമ്പിയിൽ വെച്ചാണ് EMS മത്സരിക്കുന്ന 8ാമത്തെ.
ആ മത്സരിച്ച് ആദ്യത്തെ 57 ശേഷം 67 ഇടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇവിടെ 67 പിന്നെ 68 ഇവിടെ മാടായി അസംബ്ലി നിയോജകം. ഇന്നത്തെ കുട്ടികൾക്ക് ഈ മാടായി അസംബ്ലി നിയോജകം ഉണ്ടോന്നോ നീലീശ്വരം നിയോജക മണ്ഡലം ഉണ്ടോന്നോ അറിയില്ല. മാടായി അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിൽ അല്ല നിയമസഭാ മണ്ഡലത്തിൽ മത്തായി മാഞ്ഞൂരാനും ജോൺ മാഞ്ഞൂരാനും മത്സരിക്കുന്നു. KTPയും KSP യും സ്ഥാനാർത്ഥികൾ. ഈ ഇവരെ പാർട്ടികൾ KTPയും KSP. KTP എന്ന കോൺഗ്രസിന്റെ അനുകൂല സംഘടനയും മറ്റേ കമ്മ്യൂണിസ്റ്റിന്റെ അനുകൂല സംഘടനയും. പിന്നെ അതുപോലെ മത്തായി മാഞ്ഞൂരാണ് അവിടെ ജയിക്കുന്നത് 4002 വോട്ടിനാണ് മത്തായി മാഞ്ഞൂർ. അന്നേരം ഞങ്ങൾ ചെറുപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നത് ചെറിയ കുഞ്ഞായ സമയത്ത് 1004 2 മാഞ്ഞൂരാനും 2 എന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം കൂടെ എന്ന് നമ്മൾ വിളിച്ചതാണ്. വേറെ കാര്യം ചോദിക്കുന്നത് നമ്മളെ പെരിങ്ങോം പഞ്ചായത്തിന്റെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ പഞ്ചായത്ത് ഈ കൂടുതൽ കാലവും പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഉപ്പാരണ്ടി കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞപ്പൻ അദ്ദേഹമാണ് പഞ്ചായത്തിന് പ്രസിഡന്റായി. 1962 K കുഞ്ഞികൃഷ്ണൻ നായർ, ഇപ്പം കഴിഞ്ഞ മാസം അന്തരിച്ച K കുഞ്ഞികൃഷ്ണൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരുന്നു 62. ആ 62 വന്നിട്ട് അന്നത്തെ നാലാം വാർഡായ പ്രാപ്പോയിൽ മുണ്ടിയിൽ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളോട് എതിർ സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റിന്റെയാണ് കുഞ്ഞിരാമൻ. ആ തെരഞ്ഞെടുപ്പിൽ 1800 വോട്ടിന് കുഞ്ഞികൃഷ്ണൻ നായർ ജയിക്കുകയും 1800 വോട്ട് 1800 അതായത് 69 ഭൂരിപക്ഷം 70 ഇപ്പം നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നല്ലോ. 70 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ബുക്ക് വായിക്കണം. 1970 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കാസർഗോഡ് മണ്ഡല രൂപീകരണത്തിന്റെ ശേഷം തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ 70-ലും 75-ലും 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചിരുന്നു. ആദ്യം മത്സരിക്കുന്നത് നായനാറോട് മത്സരിച്ചു, കടന്നപ്പള്ളി ജയിച്ചു. രണ്ടാമത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ ബാലാനന്ദം വന്നു. ബാലാനന്ദനോട് മത്സരിച്ച് 2 പ്രാവശ്യം അദ്ദേഹം ജയിച്ചാണ്. ആദ്യം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പിന്നെ അത് 7,000 ആയിട്ടാണ് രണ്ടാമത്തെ ഉണ്ടായി. ആയിക്കോട്ടെ, എന്നാല് വളരെ സന്തോഷം. പോലെയുള്ള ഒരു പരിചയപ്പെടുത്താനും സാധിച്ചത് വളരെ സന്തോഷം. ഒരുപാട് നമ്പറുകൾ ഇപ്പം തന്നെ ഒരുപാട് നമ്പർ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവാം. ഇതൊക്കെ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സംബന്ധിച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ A1 ചാനലിലൂടെ നമുക്ക് ചുറ്റും എന്ന പരിപാടിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്താം. അതിനായിട്ട് വിളിക്കുക 95 444 86 777. നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്ത ഏതാ നമ്പർ? 95 444 86 777. പിന്നെ കാണാം. ഒരു മിനിറ്റ്, നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു. 98 46 678 330 678 330 98 46 98 46 638 678 330. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ വളരെ വ്യത്യസ്തമായ കുഞ്ഞപ്പാട്ടിനെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. അപ്പൊ ഇതുപോലുള്ള പല വ്യക്തികളും നമ്മുടെ പഞ്ചായത്തിലും പരിസര പ്രദേശത്തിലും നമുക്കറിയാതെ നിങ്ങൾക്കറിയുന്നവരുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും നമ്മളുമായി ബന്ധപ്പെടുക. ഇതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്താം. ഫോൺ നമ്പർ 95 444 86 777. അപ്പൊ പോകാലോ സുബേറെ, അടുത്ത സ്ഥലത്തേക്ക്.